എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുഡ് ഈവനിങ്. ആന്റണി പെരുമ്പാവൂരും ശ്രീ മോഹൻലാലും രണ്ടുപേരും കൂടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുകയാണ്. ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങളുണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ്, അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ്റെ ടീസറിൻ്റെ റിലീസിംഗുമാണ്. ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ആശീർവാദ് സിനിമ 25 വർഷം പൂർത്തിയാക്കുന്നു. ആ 25 വർഷത്തെ യാത്രയിൽ എനിക്കും ആശീർവാദിൻ്റെ കൂടെ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വലിയ അഭിമാനമായി, ഒരു വലിയ സന്തോഷമായി കരുതുകയാണ്. ആശീർവാദ് നിർമ്മിച്ച കുഞ്ഞാലി മരിക്കാർ സിനിമയിലടക്കം ഭാഗമാകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ ഈ 2025 കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ടീസറും ഇന്നിവിടെ കാണാം എന്നൊരു വലിയൊരു സന്തോഷം കൂടി. എന്തായാലും ആശീർവാദിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ ആശീർവാദ് മലയാളത്തിനും ഇന്ത്യക്കും വേണ്ടി സംഭാവന നൽകട്ടെ. തീർച്ചയായിട്ടും ആശീർവാദിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അടുത്ത റിലീസ് ചെയ്ത് തോന്നിയ എമ്പുരാനാണ്. എമ്പുരാൻ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ആശീർവാദിൻ്റെ എല്ലാ വളർച്ചയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയധികം സന്തോഷമുണ്ട് ആശീർവാദിൻ്റെ ഈ 25ാം വാർഷിക ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എല്ലാവർക്കും സ്നേഹം, നന്ദി. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു ഈവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശീർവാദ് സിനിമ ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹം ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ അവസരമായിരുന്നു അത്. അങ്ങനെ അതിനൊരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിനൊരു പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആശീർവാദ സിനിമാസിൻ്റെ തുടക്കം മുതൽ ഉള്ള കൂടെ ആൻ്റണിയുടെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ വളരെയധികം സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്തതാണ്. ആശീർവാദ സിനിമാസിൻ്റെ ഒരു വലിയ ഒരു കാര്യമാണ് 25 വർഷം മലയാള സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന എമ്പുരാൻ ഉൾപ്പെടെയുള്ള വലിയ സിനിമകൾ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമ നിർമ്മിക്കുവാനും ആശീർവാദ് സിനിമാസിന് കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ആശീർവാദ സിനിമാസിന് നേരുന്നു.
നല്ല 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 നമസ്കാരം. ഞാൻ സജിത് അന്തിയാട്ട്, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി. ആശീർവാദ് ഫിലിംസിൻ്റെ 25ാമത് വാർഷികമാണ്. അതോടൊപ്പം തന്നെ എമ്പുരാൻ്റെ ടീസറും ഇവിടെ നാഷണൽ ചെയ്യുന്ന അവസരത്തിൽ ആശീർവാദം തൊട്ട് തന്നെ പൊന്നാക്കിയ ഒരു ബാനറാണ്. മലയാള സിനിമയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ഒരു ബാനറാണ് ആശീർവാദം. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ ജന്മത്തിനും ഓരോ നിയോഗം എന്ന് പറഞ്ഞതുപോലെ ഇതൊരു നിയോഗമാണ്. ശ്രീ ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ചു, തൊട്ടതൊക്കെ പൊന്നാക്കി. ഇന്ത്യൻ സിനിമാ രംഗത്ത് വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് പുരാണ ചിത്രം. ബഡ്ജറ്റ് കൊണ്ട് മറ്റ് ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ടും എമ്പുരാൻ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ ഒരു മാറ്റങ്ങളും വഴികാട്ടിയുമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 2 കാലഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇന്ത്യൻ സിനിമ. എമ്പുരാൻ, മലയാള സിനിമ പ്രത്യേകിച്ചും എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പും എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക്, ഒരു എറായിലേക്ക് മലയാള സിനിമ കടന്നു പോകും. മലയാള സിനിമയുടെ സൗഭാഗ്യമായ ഐശ്വര്യമായ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ ആശീർവാദിന്റെയും ശ്രീ ലാലേട്ടന്റെ എല്ലാ കയ്യൊപ്പോടും കൂടിയ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നാളുകളിൽ ദീർഘായുസ് കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഇവരുടെ ബാനറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്പുരാൻ എന്ന സിനിമ ലോകത്തിന്, മലയാളത്തിന്, ലോക സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് ദിശാബോധം നൽകിയ മലയാള സിനിമ നിങ്ങൾക്കറിയാം. ലോകത്തെ ഏറ്റവും അധികം പ്രാദേശിക ഭാഷയിൽ എടുക്കപ്പെടുന്ന സിനിമ എണ്ണം കൊണ്ട് മലയാള സിനിമയാണ്. അപ്പം ആ മലയാള സിനിമയിൽ മറ്റൊരു മാറ്റത്തിന് എമ്പുരാൻ വഴിയൊരുക്കും എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻ്റണിയുടെ ജീവിതത്തിലെ, സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു നാഴികക്കല്ലാവുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ആൻ്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആൻ്റണിയുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.